നിങ്ങളുടെ ഭക്ഷണം ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല, ഒരു പുല്ലുമില്ല എന്നുള്ള സഭ്യമല്ലാത്ത രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. ഇവിടെ സന്നദ്ധ സേവനത്തിൽ വരുന്ന ആളുകളൊക്കെ ഇപ്പോഴും വടിയും കുത്തി നോക്കി നിൽക്കാനാണ് വരുന്നത്. ഇവിടെ പണി ചെയ്യുന്നതൊക്കെ JCB ആണ്. അപ്പം അവർക്ക് ഭക്ഷണം വിതരണം ചെയ്യേണ്ട ഉത്തരവാദിത്വമൊന്നും ഞങ്ങൾക്കില്ല. കഴിഞ്ഞ 4 ദിവസമായി ഞങ്ങൾ ഈ സേവനം തുടങ്ങിയിട്ട് 5ാമത്തെ ദിവസമാണ് ഇന്ന്. ദിവസം ഞങ്ങൾ സൂചിപ്പിച്ചു, ഒരു ദിവസം 10,000 ഭക്ഷണമാണ് ഞങ്ങൾ പാകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ 5 മണി മുതൽ രാത്രി 12 മണി വരെ ഞങ്ങൾ ഭക്ഷണം ലൈവായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒട്ടുമിക്ക സന്നദ്ധ സേവന രംഗത്തുള്ള എല്ലാ ആളുകളും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പോലീസ് ഓഫീസർമാർ കഴിക്കുന്നുണ്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ ടീം എല്ലാവരും വന്ന് ഇവിടെ കഴിക്കുന്നുണ്ട്. ഇവിടെ സെർവ് ചെയ്യുന്നതിന് പുറമെ ഞങ്ങളിവിടെ സൈറ്റിലോട്ട് ഞങ്ങൾ ഭക്ഷണം പാക്ക് ചെയ്ത് വിതരണം ചെയ്യുന്നുണ്ട്. അത് ഇന്നത്തെ 4ാമത്തെ ദിവസമാണ് ഇന്ന് ഞങ്ങൾ. അപ്പം ഇന്ന് ഞങ്ങൾ ഭക്ഷണം കൊണ്ടുപോയപ്പോൾ DIG ഞങ്ങളെ വിളിപ്പിച്ചു. DIG വിളിപ്പിച്ചു ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ സേവനം ഇനി നിങ്ങൾക്ക് അവസാനിപ്പിക്കാം, നിങ്ങളുടെ സേവനം ഇനി ആവശ്യമില്ല, നിങ്ങളുടെ ഭക്ഷണം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇവിടെ റവന്യൂയുടെ ഭക്ഷണം ആവശ്യത്തിന് ഇവിടെ കിട്ടുന്നുണ്ട്. മാത്രവുമല്ല, ഒരു നേരത്തെ ഭക്ഷണം അല്ല നിങ്ങളുടെ ഭക്ഷണം ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല, ഒരു പുല്ലുമില്ല എന്നുള്ള സഭ്യമല്ലാത്ത രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. അത് ഞങ്ങളെ വളരെ പ്രയാസപ്പെടുത്തി. ഞങ്ങൾക്ക് ഈ ഒരു സേവനം ഞങ്ങൾ നടത്തിയത് ഒരു വിവാദം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല. ഞങ്ങളുടെ ഒരു സതുദ്ദേശത്തോടുകൂടി ചെയ്തൊരു സംഗതി നല്ല രീതിയിൽ അവസാനിപ്പിച്ചു പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിയത്ത്. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ വിളിപ്പിച്ച് ഇനി നല്ല രീതിയിൽ ഞങ്ങളോട് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായില്ലായിരുന്നു. പക്ഷേ ഈ ഒരു രീതിയിൽ അദ്ദേഹം സമീപിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ സ്പോട്ടിൽ തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ റൈറ്റ് ദ മൊമെന്റ് ഇവിടെ ഞങ്ങൾ ക്രോസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ഉറപ്പുവരുത്തുക, ഇത്രയും ആളുകൾക്ക് ഇവിടെ വരുന്ന സന്നദ്ധ സേവനത്തിന് വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൃത്യസമയത്ത് എത്തിക്കാനുള്ള ഒരു ഉറപ്പ് ഈ നാട്ടുകാർക്ക് നിങ്ങൾ കൊടുക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ കൂടെ മെമ്പറും ഉണ്ടായിരുന്നു, ഈ നാട്ടിലെ പഞ്ചായത്ത് മെമ്പറും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇവിടെ സന്നദ്ധ സേവനത്തിൽ വരുന്ന ആളുകളൊക്കെ ഇപ്പോഴും വടിയും കുത്തി നോക്കി നിൽക്കാനാണ് വരുന്നത്. ഇവിടെ പണി ചെയ്യുന്നതൊക്കെ JCB ആണ്. അപ്പം അവർക്ക് ഭക്ഷണം വിതരണം ചെയ്യേണ്ട ഉത്തരവാദിത്വമൊന്നും ഞങ്ങൾക്കില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ JCB വന്നത് 2 ദിവസം മുന്നെയാണ്. അതിനു മുന്നേ 3-4 ദിവസത്തോളം ഈ ആളുകളൊക്കെ ലോകം നേരിട്ട് കണ്ടതാണ്. ഈ സന്നദ്ധ സേവനത്തിൽ വന്ന ആളുകളൊക്കെ അവർ ജീവൻ പണയം വെച്ച് ഇത്രയും ദുർഘടമായ സാഹചര്യത്തിൽ അവർ ഈ പണി ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. സാർ എന്തുകൊണ്ടാണ് അവരെ ഇങ്ങനെ അപമതിച്ച് സംസാരിക്കുന്നത്? ശരിയല്ല സാർ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഒരു പുച്ഛമനോഭാവത്തോട് എന്നോട് അദ്ദേഹം ഒരു ചിരിച്ച് മാത്രം ചിരിച്ചു. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഓക്കെ, ഞങ്ങൾ ഇതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ വേറൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും കൈകോർത്ത് മുന്നോട്ട് നീങ്ങിയ ഒരു സേവന ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈവൻ ഞങ്ങളുടെ ക്യാൻറ്റീനിൽ തന്നെ എല്ലാ ആളുകളും ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഞങ്ങൾ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. എല്ലാ പ്രോട്ടോക്കോളും അനുസരിച്ചാണ് ഇവിടെ നമ്മൾ ഭക്ഷണം പാകം ചെയ്തതും. എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയും ബോധവുമുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ ഇന്ന് തന്നെ ഇത് അവസാനിപ്പിക്കാനും ഞങ്ങൾ ഇവിടെ ക്ലോസ് ചെയ്യാനും തീരുമാനിച്ചു. നാട്ടുകാരെ കൊണ്ടുപോകുന്നതാണോ അതോ ഇവിടെ വെക്കുന്നത് തന്നെ വേണ്ട തന്നെയാണോ? ഇവിടെ വെക്കുന്നത് തന്നെ വേണ്ട എന്നാണ്. ഇവിടെ വെക്കുന്നത് അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയാണല്ലോ ഇവിടെയുള്ള ആളുകൾക്ക്. അപ്പം ഞങ്ങളോട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ ഈ ഒട്ടുമിക്ക ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളുടെ ഭക്ഷണം അവിടെ വന്ന് കഴിക്കുന്നുണ്ട്. ഏത് ഉദ്യോഗസ്ഥന്മാർ അവരൊന്നും അവിടെ വന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇവിടെ റവന്യൂയുടെ ഭക്ഷണമുണ്ട്, പിന്നെ എന്തിനാണ് നിങ്ങളുടെ അവിടെ ഭക്ഷണം വെച്ച് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? ഈ വാക്ക് അദ്ദേഹത്തിന്റെ പദവിക്ക് യോജിക്കാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചതാണ് ഞങ്ങളെ മാനസികമായിട്ട് വളരെ പ്രയാസം ഉണ്ടാക്കിയത്. അപ്പോൾ എന്നിരുന്നാലും ഇതൊരു വിവാദത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഇത് തുടങ്ങിയതിന്റെ ഒരു സതുദ്ദേശമുണ്ട്. അതിൽ മണ്ണ് ചേർക്കുന്ന ഒരു രീതിയിലേക്ക് അത് പോകാൻ പാടില്ല. ഏതായാലും നിയമം അംഗീകരിക്കുക. ഉദ്യോഗസ്ഥർ വന്ന് നമ്മളോട് നിർദ്ദേശം തരികയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ആ നിയമങ്ങൾ പാലിക്കുക. അവരെന്താണോ നിർദ്ദേശിക്കുന്നത് ആ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അദ്ദേഹത്തോട് ഞങ്ങൾ മറുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് പ്രയാസമുണ്ടാക്കിയത് 2 വാക്കുകളാണ്.
അത് അദ്ദേഹം ഏത് അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞതിന് മനസ്സിലാകുന്നില്ല. ഈ സന്നദ്ധ സേവരെ കുറിച്ച് പറഞ്ഞതും ഈ നിങ്ങളെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പുല്ലാണ് എന്നുള്ള രീതിയിൽ ഒരു സാധാരണ കോൺസ്റ്റബിൾ പോലും പറയാൻ മടിക്കുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞതുമാണ് ഞങ്ങൾ പ്രയാസമുണ്ടാക്കിയത്. ഏതായാലും ഇത് 5ാമത്തെ ദിവസമാണ്. ഇത്രയും ദിവസം വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും വിതരണം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാവരും അതിൽ സന്തുഷ്ടരാണ്, ഈ നാട്ടുകാർ പ്രത്യേകിച്ച്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് ഇന്നിവിടെ വെച്ച് അവസാനിപ്പിച്ച് പോകുന്നത് കൊണ്ട് പ്രയാസമില്ല. ഒരുപാട് സാധനങ്ങളൊക്കെ ബാക്കിയാവും. കാരണം ഇനിയും ഒരു 4 ദിവസത്തോളം ഇവിടെ കണ്ടിന്യൂ ചെയ്യാനായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത്. ഓൾമോസ്റ്റ് ഇവിടുത്തെ ദൗത്യസംഘം പോകുന്നത് വരെ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിരുന്നു. ഏതായാലും ഇവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഭക്ഷണം ഇഷ്ടംപോലെ കിട്ടുകയാണെങ്കിൽ അത് തന്നെയാണല്ലോ ഇവിടെ പണിയെടുക്കാൻ വരുന്ന ആളുകൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടുക എന്നുള്ളതാണല്ലോ ആത്യന്തികമായിട്ട് നമ്മളുടെ എല്ലാവരുടെയും ഉദ്ദേശം. അത് കിട്ടുകയാണെങ്കിൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഞങ്ങൾ തന്നെ സപ്ലൈ ചെയ്യണം, കൊടുക്കണം എന്നുള്ള ഒരു വാശിയൊന്നും നമുക്കില്ലല്ലോ. കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കണം എന്നുള്ളത് മാത്രമാണല്ലോ. അതെ, ഇന്ന് ഞങ്ങൾ ക്ലോസ് ചെയ്യാണ്.